അപ്പം ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ 4 വർഷം മുമ്പ് നമ്മുടെ കോതമംഗലത്തിൻ്റെ MLA ഒരു 12 ലക്ഷം രൂപ വഴിവിളക്കിന് വേണ്ടി അനുവദിച്ചു. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഈ അനുവദിച്ച ഫണ്ട് പഞ്ചായത്തിന് മാറ്റിയെടുക്കാനായിട്ട് കഴിയത്തില്ല, MLA ഫണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല, അത് ചില പ്രോസസ്സിന് വേണ്ടിയിട്ട് കളക്ടറേറ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഈ 4 വർഷം വേണ്ടി വരുമോ? ഓരോ മനുഷ്യൻ്റെയും ജീവന് വിലയുണ്ടെങ്കിൽ നമ്മുടെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിലൂടെ പോകേണ്ട, ഇപ്പം ഈ മീഡിയ എടുക്കുന്ന നിങ്ങളും സഞ്ചരിക്കേണ്ട റോഡ് അതാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് കടന്നുപോയി ഈ തട്ടേക്കാട് റോഡ് കടന്ന് പുന്നേക്കാട് കടന്ന് വനപാത കടന്ന് പോകുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ഇന്നും അവിടെ ആനകൾ കൂട്ടത്തോടെയുണ്ട്. അപ്പം ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. കുട്ടമ്പുഴയിലെയും പൂയംകുട്ടിയിലെയും ഉരുളൻതണ്ണിയിലെയും പെണൂർക്കുടിയിലെയും ഈ ക്രാച്ചേരിയിലെ മുഴുവൻ ആളുകളുടെ ആവശ്യമാണ്. തട്ടേക്കാട് വനപാതയിൽ എത്രയും വേഗം അടിയന്തരമായിട്ട് തന്നെ വഴിവിളക്ക് അനുവദിക്കണം. അവിടെ അടിയന്തരമായിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. ഇനി കാലങ്ങൾ നീണ്ടുപോകും തോറും ഓരോ ജീവനുകൾ ഇതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ആൾ മരിക്കാൻ കാരണം ഇവിടെ ഒരു വഴിവിളക്കുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതില്ലാതെ പോയി. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ആന നിൽക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ തട്ടേക്കാട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയും. അത് അടിയന്തരമായിട്ട് ഉണ്ടാകണം. അതിന് ഭരിക്കുന്ന ഭരണാധികാരികളും പ്രവർത്തകരും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നാണ്, അത് ആവശ്യമായി ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ തട്ടേക്കാട് ഒരു വാന വാച്ചറാണ്, എലിഫൻറ്റ് വാച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ അതുപോലുള്ള ആനയുടെ മുൻപിൽ ദിനംതോറും നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമത്തോടെ ഇത് പറയുന്നത്. ആന വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഓടാൻ കഴിയത്തില്ല. കാരണം ആന ചാർജ് ചെയ്യുന്ന ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ മനുഷ്യനൊക്കെ ഇന്ന് മരിച്ച ഈ ആൾ തന്നെ അദ്ദേഹം ആനയൊക്കെയായിട്ട് കാടുമായിട്ട് വളരെ ബന്ധമുള്ളതുകൊണ്ടാണ് അദ്ദേഹം കാട്ടിലൂടെ നടന്നുപോയത്. ആനയുടെ സ്മെല്ലോ ആനയുടെ ചലനമോ ഉണ്ടായി അറിയാവുന്ന ആളുകളാണ്. പക്ഷേ ആന ഒരാളെ പിടിച്ചാൽ, ആന പിടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. ആന മുമ്പിൽ വീഴുക എന്ന് പറയുന്നത്, ആന 2-3 രീതിയിൽ ആനയുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാട്ടിലുള്ള ഒരു 20 വയസ്സിന് താഴേക്കുള്ള ആനകൾ ആക്രമണകാരികളല്ല. പക്ഷേ 20 വയസ്സിന് മുകളിലേക്കുള്ള മുഴുവൻ ആനകളും മനുഷ്യനെ ആക്രമിക്കുകയും കൊല ചെയ്യപ്പെട്ട മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുള്ള ആനകളാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകണമെങ്കിൽ നമുക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി വഴിവിളക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അത്യാവശ്യമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ വനംവകുപ്പിലെ ഒരു ജീവനക്കാരനാണ്. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ നിസ്സഹായരാണ്. കാരണം വനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളാൽ ആക്കി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് മുകളിൽ നിന്നുള്ള അധികാരികളിൽ നിന്നുള്ള ഓർഡറുകൾ ചെയ്യല്ലാതെ അവർക്ക് ഒരു കാര്യവും വ്യക്തിപരമായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിനുള്ള എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ നിസ്സഹായരാണ്. നിർദ്ദേശം കൊടുക്കാനുണ്ടോ? എനിക്ക് നാട്ടുകാരെന്ന നിലയ്ക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അത്യാവശ്യം ഈ ജനവാസ മേഖല ഇപ്പം ഇവിടെ 60ഓളം കുടുംബങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന തട്ടേക്കാട് പുന്നേക്കാട് മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 60 ഹെക്ടറോളം മാഞ്ചിയം മുറിച്ചു മാറ്റി. അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇവിടെ ഒരു നല്ലൊരു ഹോസ്പിറ്റലില്ല, അതുപോലെ നല്ല സ്കൂളുകളില്ല, കോളേജുകളില്ല, അതുപോലെ സൗകര്യങ്ങളുള്ള ഭാഗത്തേക്ക് ഇതുപോലുള്ള കുടുംബങ്ങളെ സെറ്റിൽ ചെയ്യണം. അതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠനം നടത്തിയതിന് ശേഷം അങ്ങോട്ടുള്ള ഇവിടുന്ന് ഈ ആളുകളെ മുഴുവനായിട്ടും ഈ ഇതുപോലെ ഉൾപ്രദേശത്തല്ല, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുഴുവനായിട്ട് മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെ ക്രാച്ചേരി പോലുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളെ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റണം. അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ക്രാച്ചേരി ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞത് അല്ലാതെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആനയുടെ ശല്യം കൂടുതലുണ്ടോ? എന്തോ ഇവിടെയൊക്കെ RRT നിയമിച്ചിട്ടുള്ളത്. RRT ഉണ്ട്.